ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ലീനിങ് വ്ലോഗുമായിട്ടാണ്. അപ്പം എൻ്റെ ഒരു ഭാഗത്തെ ഗാർഡൻ ഏരിയ ഞാൻ ഈ ഭാഗം ക്ലീൻ ചെയ്തിട്ട് ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വെക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ ആ ഒരു ഏരിയയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്ലീൻ ചെയ്യാനുള്ള ഗാർഡൻ കണ്ടോ? ഇതാണ് അവസ്ഥ. എങ്ങനെ ക്ലീൻ ചെയ്യും? പിന്നെ ഒറ്റയടിക്കൊരു വൃത്തിയാക്കലുണ്ട്. പണിയെടുത്ത് മരിക്കും. എല്ലാ ദിവസവും വൃത്തിയാക്കുകയാണെങ്കിൽ ഈ ഒരു കഷ്ടപ്പാടില്ലായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കില്ല. കാരണം എന്താണെന്നല്ലേ, ഈ കോഴികൾ ഉണ്ടായതുകൊണ്ട് തന്നെ, കോഴികൾ മാത്രമല്ല കേട്ടോ, ചുറ്റും മരങ്ങളും ആയതുകൊണ്ട് തന്നെ ഫുള്ളും കാട്ടായിരിക്കും. അപ്പം പിന്നെ ഇത് ഡെയിലി വൃത്തിയാക്കൽ നടക്കുന്നില്ല. ഇത് ഞാൻ വൃത്തിയാക്കി വെക്കുന്ന സ്ഥലങ്ങളൊക്കെ കോഴികൾ ചകഞ്ഞ് അലമ്പാക്കി വെക്കും. അതാണ് എനിക്ക് വൃത്തിയാക്കാനുള്ള ഒരു ഇഷ്ടമില്ലാത്തത്. ഭയങ്കര മടിയാണ്. അപ്പം ഒരു ദിവസം കയറിയിട്ട് ഒരു വൃത്തിയാക്കലുണ്ട്. അന്നത്തെ ദിവസം എല്ലാം ഫുൾ നീറ്റായിട്ട് ക്ലീൻ ആക്കി വെക്കും. ഞാൻ എന്ത് നല്ല വൃത്തിയിൽ നോക്കിക്കൊണ്ടിരുന്ന ഗാർഡനാണെന്നറിയോ? പഴയ വീഡിയോസ് കണ്ടവർക്കറിയാം. അങ്ങനെയില്ല എൻ്റെ ഗാർഡൻ്റെ ഇപ്പോഴത്തെ ഒരു ദയനീയാവസ്ഥ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടമാവും കേട്ടോ. അത് മാറ്റാനാണ് ഇന്ന് ഞാൻ ഇതൊക്കെ വൃത്തിയാക്കി വെച്ചത്. കാരണം നമ്മൾ എപ്പോഴെങ്കിലും ചെടികളോടൊക്കെ മിണ്ടിയും പറഞ്ഞു നിന്നിട്ടില്ലെങ്കിൽ അവർ നമ്മളോട് പിണങ്ങില്ലേ. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഗാർഡനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികൾ നമുക്ക് എങ്ങനെയാണ് തിരിച്ച് സ്നേഹം തരുന്നതല്ലേ? അതായത് അവർ വളർച്ചയിലൂടെയാണ് നമുക്ക് സ്നേഹം തിരിച്ചു തരുന്നത്. മുൻപ് ഞാൻ കൂടുതലായിട്ട് എൻ്റെ ഗാർഡനിൽ നട്ടുണ്ടാക്കിയത് പൂക്കളുള്ള ചെടികളായിരുന്നു. പക്ഷെ അതിനെ പരിചരിക്കണം എന്ന ആ ഒരു കാരണം കൊണ്ട് എനിക്കത് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ പൂക്കൾ എന്നത് മാറ്റിയിട്ട് ഇലച്ചെടികളൊക്കെ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇലച്ചെടികളുടെ അവസ്ഥയും വളരെ ദയനീയമാണ്. കാരണം ചുട്ടുപൊള്ളുന്ന വെയിലത്ത് അത് കരിഞ്ഞുണങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് മഴ കിട്ടിയാൽ മാത്രമേ അത് നല്ല രീതിയിൽ ഉഷാറിൽ വളരുകയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ കടലാസ് റോസ എന്ന് പറയുന്ന ബൊഗൺവില്ല പ്ലാന്റ് ഇനി അടുത്ത മഴയത്ത് നട്ടുപിടിപ്പിക്കാം. അതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എൻ്റെ ഗാർഡനിൽ നിന്ന് വിചാരിച്ചിട്ടിരിക്കുവാണ്. ഇനി നെക്സ്റ്റ് പരിപാടി ബൊഗൺവില്ല പ്ലാന്റൊക്കെ നട്ടുണ്ടാക്കുക ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ വീഡിയോസിന് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും പെർഫെക്റ്റായി എന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റേതായ അപാകതകൾ ഉണ്ടാവുകയുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞ് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സുഖമാണ്. എപ്പോഴും വിചാരിക്കും, പക്ഷേ വിചാരിക്കുമെന്ന് മാത്രമേ ചെയ്യുള്ളൂ, അത് നടക്കലില്ല. അപ്പം ഇന്നെങ്കിലും നടത്തണം എന്ന ആ ഒരു മോഹത്തോടു കൂടിയാണ് ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാളത്തേക്ക് ഇത് ഇന്നുണ്ടായ പോലെ തന്നെ ആവുകയും ചെയ്യും. കാരണം കോഴികൾ പണി തരാനുണ്ട്, മരങ്ങളുണ്ട് പണി തരാൻ. അപ്പം അവരവരുടേതായ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ഇനി മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എന്നാണ് ഞാൻ ഈ വൃത്തിയാക്കി കഴിഞ്ഞ പിന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായത്. നോക്കാം നമുക്ക്. അപ്പം എൻ്റെ വീടിൻ്റെ ഒരു നൈറ്റ് വ്യൂ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇഷ്ടമായോ എല്ലാവർക്കും? അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.